ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഞ്ചൈനയെ കുറിച്ചാണ്. ആഞ്ചൈന എനിക്കറിയാം, സ്റ്റേബിൾ ആഞ്ചൈനയുണ്ട്, അൺസ്റ്റേബിൾ ആഞ്ചൈനയുണ്ട്, മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ട്. സോ അതിന് മുമ്പായിട്ട് ഞാൻ ബേസിക് അനാട്ടമി, ഹാർട്ടിൻ്റെ ഒരു അനാട്ടമി എന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും ഞാൻ എന്താ പറയണതെന്ന്. ആദ്യമായിട്ട് ഹാർട്ടിൻ്റെ അനാട്ടമി നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇത് വളരെ ഇമാജിനറി ആയിട്ടുള്ളൊരു പിക്ചറാണ് കേട്ടോ. എനിക്കറിയാവുന്ന പോലെ ഞാൻ വരച്ച് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നമുക്കറിയാം ഹാർട്ടിന് 4 ചേമ്പേഴ്സ് ഉണ്ട്. റൈറ്റ് ഏട്രിയം ഉണ്ട്, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയം, ലെഫ്റ്റ് വെൻട്രിക്കിൾ. എവിടെ നിന്നൊക്കെയാണ് ബ്ലഡ് ഫ്ലോ വരണതും പോകുന്നതെന്നാണ് ഞാൻ പറയുന്നത്. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കേവ, സുപ്പീരിയർ വീനക്കേവയും ഇൻഫീരിയർ വീനക്കേവയും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഹാർട്ടിന്റെ റൈറ്റ് ഏട്രിയത്തിൽ എത്തിക്കുന്നു. സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീനക്കേവ അവരാണ് നമ്മുടെ ശരീരത്തിൽ യൂസ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഓക്സിജൻ ഇല്ലാത്ത ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ റൈറ്റ് ഏട്രിയത്തിൽ കൊണ്ടുവരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്ന് ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിളിൽ എത്തിച്ചേരുന്നു. റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ബ്ലഡ് നേരെ പോകുന്നത് ലങ്സിലേക്ക്. പ്യൂരിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുന്നത് ലങ്സിൽ വെച്ചിട്ടാണ്. അതാരാ കൊണ്ടുപോകുന്നത്? ത്രൂ പൾമനറി ആർട്ടറി വഴിയായിട്ടാണ് പോകുന്നത്. നമ്മൾ പഠിച്ചു നോക്കുന്നുണ്ടാവും, പൾമനറി ആർട്ടറിയാണ് നമ്മുടെ ശരീരത്തിലെ ഏക ആർട്ടറി അത് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ക്യാരി ചെയ്യണത്. ബാക്കി എല്ലാ ആർട്ടറീസും ക്യാരി ചെയ്യുന്നത് എന്താണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, എക്സെപ്റ്റ് പൾമനറി ആർട്ടറി. പൾമനറി ആർട്ടറി ഈ റൈറ്റ് വെൻട്രിക്കിൾ എത്തിച്ചേർന്ന് ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലങ്സിൽ എത്തിക്കുന്നു. ലങ്സിൽ വെച്ചിട്ടല്ലേ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ, വിച്ച് മീൻസ് ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത്. അതായത് നമ്മൾ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ പൾമനറി ആർട്ടറിയിലെ ബ്ലഡിൽ വന്ന് മിക്സ് ആവുകയും കാർബൺ ഡൈ ഓക്സൈഡിന് നമ്മൾ അത് ആൽവിയോളാറിലേക്ക് വരികയും ആൽവിയോളാർ സാക്കിൽ നിന്ന് നമ്മൾ എക്സ്ഹേൽ ചെയ്ത് പുറത്ത് കളയുകയും ചെയ്യുന്ന ഗ്യാസ് എക്സ്ചേഞ്ച് പ്രോസസ്സാണ് ലങ്സിൽ നടക്കുന്നത്. അങ്ങനെ പ്യൂരിഫിക്കേഷൻ നടന്ന ഓക്സിജനേഷൻ സംഭവിച്ച ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ലങ്സിൽ നിന്ന് ഹാർട്ടിന്റെ ലെഫ്റ്റ് സൈഡിൽ എത്തിച്ചേരുന്നു. അത് ലെഫ്റ്റ് സൈഡിൽ എത്തിക്കുന്ന ആരാണ്? ഈ പൾമനറി വെയിൻ ആണ്. പൾമനറി വെയിൻ വഴിയായിട്ട്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ബാക്കി എല്ലാ വെയിൻസും ഡീ ഓക്സിജനേറ്റഡ് ബ്ലഡ് എടുക്കുമ്പോൾ പൾമനറി വെയിൻസ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുന്നത് ഫ്രം ലങ്സിൽ നിന്ന്. ഓക്കെ, അത് ലെഫ്റ്റ് ഏട്രിയത്തിൽ എത്തിച്ചേരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ എത്തിച്ചേരുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നാണ് അയോട്ടയിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ഒരു അനാട്ടമി നിങ്ങൾക്ക് ബേസിക് അനാട്ടമി മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ അടുത്തതിലേക്ക് പോവാണ്. ഇവിടെ പറഞ്ഞത് നമ്മൾ ആഞ്ചൈനയെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നാം പറഞ്ഞു പലതരത്തിലുള്ള ആഞ്ചൈന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കൊറോണറി ആർട്ടറി ഡിസീസസ് ആണ് ഈ ആഞ്ചൈന ഉണ്ടാക്കുന്നത്. എന്താണ് കൊറോണറി ആർട്ടറി ഡിസീസസ്? എന്താണ് കൊറോണറി ആർട്ടറീസ്? നമ്മുടെ ഹാർട്ടിന് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറീസ് ആണ് കൊറോണറി ആർട്ടറീസ്. ഹാർട്ട് മയോസൈറ്റ്സ് അല്ലെങ്കിൽ കാർഡിയക് മയോസൈറ്റ്സിന് പ്യൂരിഫൈഡ് ബ്ലഡ് അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസിനെയാണ് നമ്മൾ കൊറോണറി ആർട്ടറീസ് എന്ന് പറയുന്നത്. ഈ കൊറോണറി ആർട്ടറീസിൽ ഡിസീസസ് ഉണ്ടാകുമ്പോൾ അതിന് നമ്മൾ പറയണേ അത്രോസ്ക്ലിറോസിസ് എന്ന് പറയണേ. അത്രോസ്ക്ലിറോട്ടിക് പ്ലേക്ക് ഡെവലപ്പ് ചെയ്യുമ്പോഴാണ് ഈ ആഞ്ചൈനയും അതിനോടനുബന്ധിച്ചുള്ള കോംപ്ലിക്കേഷൻസ് എല്ലാം ഉണ്ടാവുന്നത്. അപ്പോൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇതൊരു കൊറോണറി ആർട്ടറി ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് പ്ലേക്ക് ബിൽഡപ്പ് ചെയ്യുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ ബിൽഡപ്പ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതൊക്കെ ബ്ലോക്കാണ് ഇത്രയും. അപ്പൊ ഇതിലൂടെ ഒഴുകുന്ന ഈ ബ്ലഡിന്റെ ഫ്ലോ നോക്കിക്കേ, കുറഞ്ഞില്ലേ? ഇത്രയും ഭാഗത്തോടെ ഇപ്പൊ ബ്ലഡ് ഒഴുകാൻ പറ്റുന്നുള്ളൂ. അപ്പം ബ്ലഡിന്റെ ഫ്ലോയിൽ കുറവ് വന്നു. അപ്പോഴുണ്ടാകുന്ന ഇസ്കീമിയാണ് ഈ ആഞ്ചൈന എന്ന് പറയുന്നത്. ആഞ്ചൈന എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ ഇച്ചിരി നന്നായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇനി ഞാൻ ഈ കൊറോണറി ആർട്ടറി ഡിസീസസിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ്. എങ്ങനെയുള്ളവരിലാണ് ഈ കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്? ഞാൻ അതിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സും ഉണ്ട്, മോഡിഫയബിളും ഉണ്ട്, നോൺ മോഡിഫയബിളും ഉണ്ട്. പേര് പോലെ തന്നെ മോഡിഫയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റും ആ റിസ്ക് ഫാക്ടേഴ്സ്. പക്ഷെ നോൺ മോഡിഫയബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫോർ എക്സാമ്പിൾ, എബവ് 60 years ഓഫ് ഏജ് കൂടുന്നവരിൽ റിസ്ക് കൂടുതലാണ്. എന്തിന്? കൊറോണറി ആർട്ടറി ഡിസീസസിന്. അതുപോലെ തന്നെ മെയിൽ ജെൻഡേഴ്സിലും കൂടുതൽ കൊറോണറി ആർട്ടറി ഡിസീസസ് കാണുന്നുണ്ട്. അതുപോലെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടും കൊറോണറി ആർട്ടറീസ് ഉണ്ടാവാൻ സാധ്യതയാണ്. അപ്പം ജെൻഡർ നമുക്ക് വ്യത്യാസം വരുത്താൻ പറ്റുമോ? ഇല്ല. ഏജ് എബവ് 60 ആണെങ്കിൽ അവർക്ക് കൂടുതൽ റിസ്ക് ഉണ്ട്. പിന്നെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് കൊണ്ടും ഉണ്ട്. ഇത്രയും കാര്യങ്ങളിലൊന്നും നമുക്കൊരു മോഡിഫിക്കേഷൻസും വരുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിനെ നോൺ മോഡിഫയബിൾ കാറ്റഗറി എന്ന് പറയും. മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് ആർക്കൊക്കെയാണ്? കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നവർക്ക്, പ്രത്യേകിച്ച് LDL ഗ്രേറ്റർ ദാൻ 100 കണ്ടിന്യൂസ്ലി അങ്ങനെ ഒത്തിരി കൂടുതലായിട്ട് നിൽക്കുന്നവരിൽ കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്മോക്കിംഗ് ഉള്ളവരിൽ, പിന്നെ ഹൈപ്പർ ടെൻസീവ് പേഷ്യൻസിന്, അതേപോലെ തന്നെ ഒബേസിറ്റി ഉള്ള പേഷ്യൻസിന്, എലിവേറ്റഡ് കൊളസ്ട്രോൾ,
പിന്നെ നമുക്ക് പറയാൻ പറ്റും സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഒട്ടും എക്സസൈസ് ഒന്നും ചെയ്യേണ്ട സെഡൻറ്ററി ലൈഫ് സ്റ്റൈലുള്ള ആളുകളിലും കൂടുതൽ റിസ്ക് ഉണ്ട് കൊറോണറി ആർട്ടറി ഡിസീസസ് ഉണ്ടാവാനായിട്ട്. ഇനി ഓക്കെ, നമ്മളിനി നോക്കുന്നത് ആൻജൈന. ഞാൻ പറഞ്ഞു ആൻജൈന നിങ്ങൾക്കറിയാം, ചെസ്റ്റ് പെയിൻ ആണെന്നറിയാം. ഒരു കാര്യമാണ് ഞാൻ പറയുകയാണ്, എല്ലാ ചെസ്റ്റ് പെയിനും ആൻജൈന ആയിരിക്കണമെന്നില്ല. കൊറോണറി ആർട്ടറി ഡിസീസസ് കൊണ്ട് ഉണ്ടാകുന്ന പെയിൻ അല്ല. കാരണം ഒരിക്കലും ഇത് ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു പെയിൻ അല്ല. ഒരു പേഷ്യൻ്റ് ഹിസ്റ്ററി ആയിട്ട് വരുവാണ് 5 days ഓഫ് ചെസ്റ്റ് പെയിൻ, അതൊരിക്കലും ഒരു ആൻജൈന ആയിരിക്കത്തില്ല. ചില പേഷ്യൻ്റ് പറയും ഓൾ ഓഫ് എ സഡൻ എനിക്കുണ്ടായി, പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായി, ഇറ്റ് കുഡ് ബി ആൻജൈന ആയിരിക്കും. പക്ഷേ കുറേ ദിവസങ്ങളായിട്ട് നിൽക്കുന്ന പെയിന് ആൻജൈന ആയിരിക്കത്തില്ല. അത് ഫർദർ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും ആ പേഷ്യൻറ്റിന് ചെസ്റ്റ് പെയിൻ ഉണ്ടായിട്ടുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് ആൻജൈന. ഇതിന് ഞാൻ എല്ലാ ഡെപ്ത് ടൈപ്പും നോക്കണില്ല. മെയിൻ ആയിട്ടുള്ളത് സ്റ്റേബിൾ ആൻജൈന ഉണ്ട്, അൺസ്റ്റേബിൾ ആൻജൈന. ഇത് ഞാൻ ഫർദർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. നോൺ എം ഐ, ദെൻ എൻ സ്റ്റെബി. എൻ സ്റ്റെബി എന്ന് വെച്ചാൽ നോൺ എസ് ടി എലിവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. ഇത് എസ് ടി എലിവേറ്റഡ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ. മയോകാർഡിയൽ ഇൻഫാക്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. ഇപ്പം ഞാൻ സ്റ്റേബിൾ ആൻജൈനയിൽ തന്നെ തുടങ്ങിയേക്കാം. സ്റ്റേബിൾ ആൻജൈന പേഷ്യൻസ് പറയും ഇതെങ്ങനെയാണ് ഉണ്ടാവണേന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സ്റ്റേണസ് ആയിട്ടുള്ള ഫിസിക്കലി സ്റ്റേണസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പം പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ വരും. ഈ ചെസ്റ്റ് പെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്റ്റേണൽ ചെസ്റ്റ് പെയിൻ ആയിരിക്കും, ചെറിയ ക്രഷിങ് പെയിനും ആയിരിക്കും പേഷ്യൻ്റ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഫിസിക്കലി ഡിമാൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റേണസ് ആയിട്ടുള്ള, ഇപ്പം ഒരു എക്സസൈസ് ചെയ്യുന്നു, അതോ അല്ലെങ്കിൽ ക്ലൈംബിങ് സ്റ്റെയേഴ്സ്, അല്ലെങ്കിൽ ഓടുന്ന സമയത്ത്, അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ആയിരിക്കും പേഷ്യൻ്റ് പെട്ടെന്ന് ചെസ്റ്റ് പെയിൻ വരുന്നത്. ആ ചെസ്റ്റ് പെയിന് പേഷ്യൻ്റ് എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്തുകൊണ്ടിരുന്നത് അത് സ്റ്റോപ്പ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുമ്പം ആ വേദന പോകും. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത്. ഇറ്റ് കംസ് വിത്ത് എക്സേഷന്. അത് പോവുകയും ചെയ്യപ്പോഴും വിത്ത് റെസ്റ്റ് എടുക്കാൻ നേരത്തെ വേദന പോകും. ഇത് എന്തുകൊണ്ടാണ് നമുക്ക് അറിയാം. മയോകാർഡിയൽ ഇസ്കീമിയ കൊണ്ടാണ് ആ വേദന അവിടെ ഉണ്ടാവുന്നത്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കൊണ്ട് വരച്ച് മനസ്സിലാക്കുവാണ്. റൈറ്റ് ഏട്രിയം, റൈറ്റ് ഇമാജിനറി ഡ്രോയിങ് ആണ് ഇതൊക്കെ. ഇതൊരു കൊറോണറി ആർട്ടറിയുടെ ബ്രാഞ്ചാണ് സങ്കല്പിക്കുക. ഈ കൊറോണറി ആർട്ടറിയാണ് ഇത്രയും ഭാഗത്തെ കാർഡിയാക് മയോസൈറ്റ്സിന് സപ്ലൈ കൊടുക്കണേ. ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയണതാണ് കേട്ടോ. ഇങ്ങനെയൊന്നും ആയിരിക്കില്ല റിയൽ ഹാർട്ടിന്റെ പിക്ചർ. ഓക്കെ, സോ ഇത് കാർഡിയാക് മയോസൈറ്റ്സ് ആണ് നിങ്ങൾ സങ്കല്പിക്കുക. സോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു വെച്ചിട്ട് ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇത് ഹാർട്ട് മയോസൈറ്റ്സ് ആണ് സങ്കല്പിക്കുക, കാർഡിയാക് സെൽസ് ആണ്. ഈ ഹാർട്ട് സെൽസിന് സപ്ലൈ കൊടുക്കുന്ന കൊറോണറി ആർട്ടറിയുടെ ഒരു ബ്രാഞ്ചാണ് ഞാനിവിടെ ജസ്റ്റ് വരച്ചു വെച്ചേക്കുന്നത്. ഈ കൊറോണറി ആർട്ടറിയാണ് ഇത്രയും സ്ഥലത്തെ കാർഡിയാക് മയോസൈറ്റ്സിന് ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്ന ബ്രാഞ്ച്. അപ്പോൾ ഈ ബ്രാഞ്ചിലാണിപ്പം എന്ത് സംഭവിച്ചിരിക്കുന്നത്, നമുക്ക് കൊറോണറി അത്രോസ്ക്ലിറോട്ടിക് പ്ലേക്ക് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത് ഈ ബ്രാഞ്ച് ഓഫ് ആർട്ടറിയിലാണ്. അപ്പം നോക്കി, ഇതിനകത്ത് ഇതൊരു ബ്ലോക്ക് ആണ് കേട്ടോ. പ്ലേക്ക് ഡെവലപ്പ് ചെയ്തിരിക്കണം, പ്ലേക്ക് ഫോം ചെയ്തിരിക്കുന്നതാണ് ഞാൻ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പം ഓർത്ത് നോക്കിക്കേ, ഓൾറെഡി ഇതിലൂടെ ഒഴുകുന്ന ബ്ലഡിന്റെ അളവിൽ കുറവ് വന്നിട്ടുണ്ട്, സപ്ലൈ കോംപ്രമൈസ്ഡ് ആയിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ, ഇപ്പം ഞാൻ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പേഷ്യൻ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഹാർട്ട് നോർമലായിട്ടേ ഫംഗ്ഷൻ ചെയ്യുന്നുള്ളൂ. നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സമയത്ത് ഹാർട്ടിന് ആവശ്യമായിട്ട് വരുന്ന ഓക്സിജന്റെ അളവ് കുറച്ച് മതി. ആ സമയത്ത് ഈ പേഷ്യൻ്റ് ഓക്കെയാണ്, ഇതിലൂടെ അത്യാവശ്യത്തിന് ഫ്ലോ വരുന്നുണ്ട്, ഈ സപ്ലൈ സഫീഷ്യൻ്റ് ആണ് ഇത്തരം ഹാർട്ട് സെൽസിന് വർക്ക് ചെയ്യാനായിട്ട്. പക്ഷേ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ പേഷ്യൻ്റ് തന്നെ സ്റ്റേണസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്തോ ഒന്ന് ഓടുവാണ് അല്ലെങ്കിൽ സ്റ്റെപ്പ് കയറുവാണ്, അങ്ങനെയുള്ള സമയത്ത് നമുക്കിടെ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യണം ആ സമയത്ത്. അപ്പോൾ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം, ഹാർട്ടിന് വേണ്ടി വരുന്ന ഓക്സിജന്റെ അളവും ന്യൂട്രിയൻസിന്റെ അളവും കൂടുതലാണ്. ഹാർട്ട് മസിൽസിന് ആ സമയത്ത് കൂടുതൽ വർക്ക് ചെയ്യണം. അപ്പോൾ ഹാർട്ട് മസിൽസിന് വേണ്ടി വരുന്ന ഓക്സിജന്റെ അളവ് കൂടുതലാണ്. ആ സമയത്ത് സിൻസ് ഇവിടെ ഒരു ബ്ലോക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള ഫ്ലോ ഇതിലൂടെ പോകാൻ പറ്റുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കും, ഹാർട്ട് മസിൽസിന് ഇവിടെ ഓക്സിജന്റെ അളവ് കുറയാൻ തുടങ്ങും. ഓക്കെ, ഇസ്കീമിയ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. അതായത് ഓക്സിജൻ കുറഞ്ഞു, അവിടെ ആ ഹാർട്ട് മസിൽസിന് വർക്ക് ചെയ്യേണ്ട ആവശ്യത്തിനുള്ള ഓക്സിജൻ അവിടേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ ന്യൂട്രിയൻസ് അവിടേക്ക് എത്തുന്നില്ല. ആ സമയത്താണ് പേഷ്യന്റിന് ചെസ്റ്റ് പെയിൻ ഉണ്ടാകുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത്. അപ്പോൾ പേഷ്യന്റ് എന്ത് ചെയ്തു, ആ ചെയ്തുകൊണ്ടിരുന്ന ആക്ടിവിറ്റി ഒക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ജസ്റ്റ് റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ എന്ത് സംഭവിക്കും, ഹാർട്ട് വീണ്ടും പഴയ സ്ഥിതിയിലേക്ക് പോകും. അപ്പോൾ ഹാർട്ടിന്റെ വർക്ക് ലോഡ് ഹാർട്ടിന്റെ വർക്ക് അവിടെ കുറഞ്ഞു. അപ്പോൾ ഹാർട്ടിന് ആവശ്യമായിട്ട് വരുന്ന ഓക്സിജനും ന്യൂട്രിയൻസും കുറച്ച് മതി. അതുകൊണ്ടാണ് ആ സമയത്ത് പേഷ്യന്റ് പെയിൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ സ്റ്റേബിൾ ആൻജൈന എന്ന് പറയുന്നത്. പക്ഷേ ഈ ബ്ലോക്ക് എപ്പോഴും അവിടെയുണ്ട്, കൊറോണറി ആ പ്ലേക്ക് സ്റ്റിൽ അവിടെയുണ്ട്.
ഇത് എപ്പോൾ വേണേലും പേഷ്യൻ്റ് ഇനിയാണെങ്കിലും പേഷ്യൻ്റ് വീണ്ടും സ്റ്റേണസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ പേഷ്യൻ്റ് ഈ പെയിൻ പിന്നെയും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ റിപ്പീറ്റേറ്റീവ് ആയിട്ട് വിത്ത് സ്റ്റേണസ് ആക്ടിവിറ്റിയിൽ പെയിൻ ഉണ്ടാകുമ്പോഴായിരിക്കും ഹോസ്പിറ്റലിൽ പേഷ്യൻ്റ് മെഡിക്കൽ അറ്റൻഷൻ സീക്ക് ചെയ്യണത്. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ വരാൻ നേരത്ത് ഡോക്ടേഴ്സിന് ഹിസ്റ്ററി ഇറ്റ് സെൽഫ് ഡോക്ടേഴ്സ് മനസ്സിലാക്കും, ഓക്കെ ഇറ്റ് ഈസ് എ കൊറോണറി ആർട്ടറി ഡിസീസസ് ആയിരിക്കും. ഇനി അവർക്ക് മനസ്സിലാക്കണം ഹൗ സിവിയർ, അല്ലെങ്കിൽ ഇത് എത്രത്തോളം അഫക്റ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ആർട്ടറീസിനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഡോക്ടേഴ്സ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള പേഷ്യൻസിനെയാണ് ചിലപ്പോൾ ആ പേഷ്യൻറ്റിന് എന്താണ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയണേ കൊറോണറി ആൻജിയോഗ്രാം ചെയ്യും. അങ്ങനെയുള്ള ഫർദർ ടെസ്റ്റുകൾക്ക് ഈ പേഷ്യൻറ്റിനെ അയക്കേണ്ടത് ആ സാഹചര്യത്തിലാണ്. അതുപോലെ തന്നെ ഈ സമയത്താണ് പേഷ്യൻറ്റിനെ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റിങ് ചെയ്യണത്. അതിനെക്കുറിച്ചും കൂടെ ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. ഓക്കെ, അപ്പോൾ ഡോക്ടേഴ്സ് ഈ പേഷ്യൻറ്റിന് അഡ്വൈസ് ചെയ്യും എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റിങ്ങിന് പോകാനായിട്ട്. എന്താണ് എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ ട്രെഡ്മില്ലിൽ ഓടിക്കും. പക്ഷേ ആ ത്രൂ ഔട്ട് ആ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പേഷ്യൻ്റ് ECG മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, PKG ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡോക്ടേഴ്സ് ECG മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യുന്ന സമയത്ത്. അപ്പം ആ പേഷ്യൻ്റ് ഒരു മാക്സിമം ഹാർട്ട് റേറ്റ് ഡോക്ടേഴ്സിൻ്റെ കാൽക്കുലേഷൻ വഴിയായിട്ട് അവർ മാക്സിമം ഹാർട്ട് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ മാക്സിമം ഹാർട്ട് റേറ്റിൻ്റെ 80% പേഷ്യൻ്റ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം അത്രയും വരെയാണ് ആ എക്സസൈസ് പോകത്തുള്ളൂ. മാക്സിമം ഹാർട്ട് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും ഈച്ച് പേഷ്യൻ്റ്. അതിൻ്റെ 80% പേഷ്യൻ്റ് ഹാർട്ട് റേറ്റ് കൂടുന്നോളം വരെയാണ് ഈ എക്സസൈസ് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അത്ര എത്തുമ്പം ഡോക്ടേഴ്സ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ ECG മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ECGയിൽ ST ഡിപ്രഷൻ കാണുന്നുണ്ടെങ്കിൽ, ST ഡിപ്രഷൻ അത് സൈൻ ഓഫ് ഇസ്കീമിയാണ്. അപ്പം ഇത്രയും ഹാർട്ടിൻ്റെ വർക്ക് ലോഡ് കൂടുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഹാർട്ട് കൂടുതൽ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് സെൽസ് ഇസ്കീമിക് ഇത് കുട്ടിലേക്ക് ഉണ്ടെങ്കിൽ ST ഡിപ്രഷൻ ECGയിൽ കാണാൻ പറ്റും. അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യിക്കും. അത് പോസിറ്റീവ് എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. അത് കൂടാണ്ട് പേഷ്യൻ്റ് ഹൈപ്പോടെൻഷനും കാണിക്കും. ചിലപ്പം ഹൈപ്പോടെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സിസ്റ്റോളിക് ബ്ലഡ് പ്രഷറിനേക്കാളും 10 millimeters ഓഫ് മെർക്കുറി എങ്കിലും താന്നിട്ടുണ്ടെങ്കിൽ അതും പോസിറ്റീവ് എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഓടുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നോർമലി നമ്മുടെ ബ്ലഡ് പ്രഷർ കൂടുകയാണ് ചെയ്യണത്. പക്ഷെ ഇവിടെ ഈ കാർഡിയക് മയോസൈറ്റ്സിന് ഇസ്കീമിയ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ചെയ്യുന്നത്. അതും പോസിറ്റീവ് സ്ട്രെസ് ടെസ്റ്റിൻ്റെ ഭാഗമാണ്. ഇനി എന്താണ് എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് എല്ലാ പേഷ്യൻസിനും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. ഫോർ എക്സാമ്പിൾ ബെഡ് റിഡൺ പേഷ്യൻസിന്, അല്ലെങ്കിൽ ഓടാൻ പറ്റാത്ത പേഷ്യൻസിനാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോൺട്രാഇൻഡിക്കേഷൻസ് കൊണ്ട് ഈ എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റ് ചെയ്യാൻ പറ്റില്ലാത്ത പേഷ്യൻസ് ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാർമക്കോളജി, അതായത് മെഡിസിൻ കൊടുത്തിട്ട് മെഡിസിൻ കൊടുത്തിട്ട് ചെയ്യുന്ന ടെസ്റ്റാണ് അവരിൽ ചെയ്യുന്നത്. അതിന് ഓക്കെ, സോ ഡോബ്യൂട്ടാമിൻ കൊടുത്തിട്ട് അതായത് ഓടാൻ പറ്റാത്ത അല്ലെങ്കിൽ ഓടുന്നതിന് കോൺട്രാഇൻഡിക്കേഷൻസ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ അവർക്ക് ഈ കെമിക്കൽ സ്ട്രെസ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഡോബ്യൂട്ടാമിൻ ആണ് പേഷ്യൻ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. ഡോബ്യൂട്ടാമിൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇറ്റ് ഈസ് എ പോസിറ്റീവ് അയനോട്രോപ്പ് ആണ്. പോസിറ്റീവ് അയനോട്രോപ്പ് മെഡിക്കേഷൻസ് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവരുടെ ഹാർട്ട് റേറ്റ് നോർമലായിട്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ പേഷ്യൻറ്റിന് ഡോബ്യൂട്ടാമിൻ കൊടുത്തിട്ട്, ഇത് ശരിക്കും ഡോബ്യൂട്ടാമിൻ എക്കോ സ്ട്രെസ് ടെസ്റ്റിംഗ് ആണ്. എക്കോ കാർഡിയോഗ്രാമും ചെയ്യുക പേഷ്യൻ്റ് സൈമിൾട്ടേനിയസ് ആയിട്ട്. അപ്പോൾ എക്കോ ചെയ്യാൻ നേരത്ത് ഇൻക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, നമ്മൾ മെഡിസിൻ കൊടുത്ത് ഹാർട്ട് റേറ്റ് കൂട്ടുന്നുണ്ട്. എക്കോ കാർഡിയോഗ്രാം ചെയ്യണതിനകത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് വോൾ മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് അറിയാനായിട്ടാണ്. അപ്പം ഹാർട്ട് റേറ്റ് കൂടുന്നുണ്ട്, ഹാർട്ട് വോൾ മൂവ്മെൻറ്റ് അതിനനുസരിച്ച് കുറയുവാണെങ്കിൽ അത് പോസിറ്റീവ് കെമിക്കൽ സ്ട്രെസ് ടെസ്റ്റ് ആണ്. ഇത് രണ്ടുമാണ് നോർമലി ഈ സ്റ്റേബിൾ ആൻജൈനയുള്ള പേഷ്യൻസിന് ഡോക്ടേഴ്സ് ചെയ്യണത്. അതായത് അവർക്ക് ഇസ്കീമിയ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ, അവരുടെ ബ്ലോക്ക് എത്രത്തോളം സിവിയർ ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ്. അതോടൊപ്പം തന്നെ ഇവർ അഡ്വൈസ് ചെയ്യും, അവരിൽ ആസ്പിരിൻ തുടങ്ങും, ബീറ്റ ബ്ലോക്കേഴ്സ് സ്റ്റാർട്ട് ചെയ്യും, ലിപ്പിഡ്സിന് വേണ്ടിയിട്ട് ലിപ്പിഡ് ലോവറിങ് മെഡിക്കേഷൻസ് സ്റ്റാറ്റിൻസ് കൊടുക്കും. ഇതൊക്കെയാണ് ഇവരുടെ മാനേജ്മെൻറ്റായിട്ട് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യണത്. ഈ പോസിറ്റീവ് സ്ട്രെസ് ടെസ്റ്റ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പേഷ്യൻസ് മേനേഡ് ആൻജിയോഗ്രാമിൻ്റെ ക്ലാസ് ഞാൻ അടുത്ത ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്.